ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാത്രങ്ങൾ ടു പാക്ക് ബിഫോർ കമ്മിങ് ടു അയർലൻഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്ത് സാധനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പാത്രങ്ങളുടെ പേര് പറയാം. ഒന്ന് പ്രഷർ കുക്കർ ഇവിടെ കിട്ടും, പക്ഷെ ഭയങ്കര പൈസയാണ്. ഇന്ത്യൻ കടയിലൊക്കെ കിട്ടും, പക്ഷെ ഭയങ്കര പൈസയാണ്. ഒരു പ്രഷർ കുക്കർ 3 ലിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ 5 ലിറ്റേഴ്സിൻ്റെ പ്രഷർ കുക്കർ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നെങ്കിൽ 3 ലിറ്റേഴ്സിൻ്റെ മതി. 2-3 പേര് ഒന്നിച്ചാണ് വരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു 5 ലിറ്റേഴ്സിൻ്റെ പ്രഷർ കുക്കർ എടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന്. പിന്നെ ഒരു സോസ് പാൻ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും, ചെറുത് മതി. പിന്നെ ഒരു ഫ്രൈയിങ് പാൻ നോൺ സ്റ്റിക്കിൻ്റെ കൊണ്ടുവന്നാൽ അത് നല്ലതായിരിക്കും. അടിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആയിട്ടുള്ള സംഭവമില്ലേ, അത് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ 3 സാധനങ്ങളാണ് പാത്രങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് നമ്മളിവിടെ വന്നൊന്ന് അഡാപ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കോൾഡൊക്കെ പിടിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫ്ലാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളമൊക്കെ കുടിക്കാനും ഒരു കോഫിയൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഒരു ഫ്ലാസ്ക് കൂടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കോളേജിൽ പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് മറ്റേ ഹോട്ട് ബോക്സ് പോലത്തെ സാധനമല്ലേ, ചെറുത് ടിഫിൻ ബോക്സ് പോലത്തെ, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാത്രങ്ങൾ. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇഫ് എനിവൺ ഇസ് ഗോയിങ് അബ്രോഡ്, സെൻഡ് ദിസ് വീഡിയോ ടു ദം. അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. സോ see you in the next video. Until then, bye bye.